നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ഭാരതം. മുന്നറിയിപ്പ്: അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റിയതിൽ നടപടി വ്യർത്ഥവും അസംബന്ധവും. അരുണാചൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്നും വിദേശകാര്യ മന്ത്രാലയം. രാഷ്ട്രപതിയെ കണ്ട് കര, വ്യോമ, നാവികസേനാ മേധാവിമാർ. ഓപ്പറേഷൻ സിന്ദൂറും സൈനിക നടപടികളും ധരിപ്പിച്ചു. കേന്ദ്രമന്ത്രിസഭാ യോഗം പുരോഗമിക്കുന്നു. സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതി യോഗവും ചേർന്നു. BSF ജവാനെ തിരിച്ചുപിടിച്ച് ഭാരതം. പൂർണം കുമാർ സാഹു പാക് പിടിയിലായത് അബദ്ധത്തിൽ. തിരിച്ചുപിടിച്ചത് 21 ദിവസത്തിന് ശേഷം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് ചുമതലയേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിൽ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ്. RSS സേവാ പ്രമുഖ് പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം. ശിക്ഷിച്ചത് DYFI നേതാവായിരുന്ന കാളി സജീവിനെ. വിധി പറഞ്ഞത് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി. ഗുരുതര വെളിപ്പെടുത്തലുമായി തിരുവനന്തപുരത്ത് ക്രൂരമർദ്ദനത്തിനിരയായ അഭിഭാഷക. ഗർഭിണിയായിരുന്നപ്പോഴും സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട്. അടിയന്തര റിപ്പോർട്ട് തേടി ബാർ കൗൺസിൽ. PSCയെ നോക്കുകുത്തിയാക്കി വീണ്ടും പിണറായി സർക്കാർ. CPMന്റെ ആവശ്യത്തിന് വഴങ്ങി സ്വന്തക്കാരായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. ഭാരതം പാക് വെടിനിർത്തലിന് ശേഷമുള്ള സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ഡൽഹിയിൽ സമാപിച്ചു. ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. കര, നാവിക, വ്യോമസേനാ മേധാവികൾ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, അതീവ നിർണായകമായ യോഗങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സുരക്ഷാകാര്യ സമിതിയുടെ യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു. മാത്രവുമല്ല, ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം അവസാനിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഈ യോഗം ചേർന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം ആഭ്യന്തരം, പ്രതിരോധം, അതുപോലെ തന്നെ ധനകാര്യ, വിദേശകാര്യ മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ക്യാബിനറ്റ് സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും യോഗത്തിന്റെ ഭാഗമാണ്. ഈ 8-അംഗ സമിതിയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി എന്ന് പറയുന്നത്. ഈ നിർണായകമായ യോഗം അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിശകലനം ചെയ്തത്. ഒപ്പം ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള യോഗങ്ങൾ കൂടി, ഈ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിനകത്ത് ചർച്ചയായതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം 3 സേനകളുടെയും മേധാവിമാർ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും അതുപോലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി ഒരുമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള പാക് പ്രകോപനവും ശേഷം ഭാരതം നൽകിയ തിരിച്ചടിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് രാഷ്ട്രപതിക്ക് മുമ്പാകെ ഈ 3 സേനകളുടെയും മേധാവിമാർ വിശദീകരിച്ചത്. ശരി, അതീവ നിർണായകമായ യോഗങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത്. കേന്ദ്രമന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും എന്നുള്ള വാർത്ത കൂടി പുറത്തുവരുന്നു. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ഭാരതം. അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റി ബീജിംഗ് പുറത്തിറക്കിയ പട്ടിക വ്യർത്ഥവും അസംബന്ധവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരുണാചൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിൽ ചൈനയ്ക്ക് ഒരവകാശവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനിടെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ഗ്ലോബൽ ടൈംസിന്റെ എക്സ് അക്കൗണ്ടിന് രാജ്യത്ത് വിലക്കേർപ്പെടുത്തി. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചു. അട്ടാരി അതിർത്തിയിലാണ് ജവാനെ ഭാരതത്തിന് കൈമാറിയത്. ഏപ്രിൽ 23-ന് പകൽ 11:50 സാഹു പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലാകുന്നത്. ഫിറോസ്പൂർ സെക്ടറിൽ ഡ്യൂട്ടിയിലിരിക്കെയാണ് സംഭവം. തുടർച്ചയായ യോഗങ്ങളിലൂടെയാണ് സൈനികന്റെ സുരക്ഷിതമായ മോചനം ഉറപ്പിച്ചതെന്ന് BSF അറിയിച്ചു. ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് തലസ്ഥാനത്ത് ഇന്ന് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകരതയ്ക്ക് ശക്തമായ സന്ദേശം നൽകിയതിന് അഭിവാദ്യമർപ്പിക്കുന്നതാണ് യാത്ര. തിരംഗ യാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരും. ഭാരതത്തിന്റെ അതിരുകാക്കുന്ന ധീര സൈനികർക്കുള്ള ആദരമാണ് തിരംഗായാത്രയുടെ ലക്ഷ്യം. ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് തലസ്ഥാനത്ത് ഇന്ന് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകരതയ്ക്ക് ശക്തമായ സന്ദേശം നൽകിയതിന് അഭിവാദ്യമർപ്പിക്കുന്നത് കൂടിയാണ് യാത്ര. തിരംഗായാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരുന്നുണ്ട്. ത്രിവർണ്ണ പതാകയുമേന്തി നടക്കുന്ന പദയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും. പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ വീര ബലിദാനികളായവർക്കും ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. കാർഗിൽ വീരയോദ്ധാവ് മേജർ ജെറി പ്രേംരാജിന്റെ മാതാവ് അടക്കമുള്ളവർ ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ അണിചേരും. എല്ലാ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് സ്ഥലങ്ങളിലും BJPയും ദേശസ്നേഹികളും ത്രിവർണ്ണ സ്വാഭിമാന യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട. ഭാരതത്തിന്റെ ശത്രുരാജ്യമായ പാകിസ്ഥാനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോഴുമുണ്ട് മലപ്പുറം ജില്ലയിൽ. പാകിസ്ഥാന്റെ പേര് ചേർത്ത സ്ഥലങ്ങൾ ഇതിന്റെ അടയാളങ്ങളാണ്. മലപ്പുറം മഞ്ചേരി കാരപ്പറമ്പിലാണ് പാകിസ്ഥാൻ മുക്ക് എന്ന പേരിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ കേരളത്തിൽ വേണ്ട ജനം TV ക്യാമ്പയിൻ തുടരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് സമീപം കാരപ്പറമ്പ് എന്ന പ്രദേശത്താണ്. ഇവിടെ പാകിസ്ഥാൻ മുക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് കാരപ്പറമ്പിലെ തന്നെ മേലെ മുക്ക് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പേരാണ് പാകിസ്ഥാൻ മുക്ക്. വർഷങ്ങൾക്ക് മുൻപാണ് ഈ പേര് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഏകദേശം 4 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ നമുക്ക് തൊട്ട് പിറകിൽ കാണുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡിൽ തന്നെ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേലെ മുക്ക് എന്നാണ് യഥാർത്ഥ പേരെങ്കിലും നാട്ടിൽ അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മുക്ക്. വർഷങ്ങളായി മഞ്ചേരി കാരാപ്പറമ്പിലെ ഈ സ്ഥലം അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മുക്ക് എന്ന പേരിൽ. പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്ന ചിലരാണ് മഞ്ചേരി കാരാപ്പറമ്പിലെ മേലെ മുക്കിനെ പാകിസ്ഥാൻ മുക്കാക്കി മാറ്റിയത്. പിന്നീടുള്ള തലമുറ അത് ആവർത്തിച്ചു. മഞ്ചേരിക്ക് കാരാപ്പറമ്പ് റൂട്ടിൽ പാകിസ്ഥാൻ മുക്ക് എന്നുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലം പണ്ടത് മേലമുക്കെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് പാകിസ്ഥാൻ മുക്കെന്ന് വന്നതെന്ന് അറിയില്ല. ആ സ്ഥലം ഇവിടെ പാകിസ്ഥാൻ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്ന ഈ സമയത്ത് ഈ സ്ഥലം നമുക്കിവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതെ, പാകിസ്ഥാൻ മുക്ക് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അവിടെ പാകിസ്ഥാൻ മുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വിഭാജനങ്ങളും തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നാണ് അറിയുന്നത്. അതായിരിക്കാം, ന്യൂനപക്ഷങ്ങൾ അവിടെ കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് പാകിസ്ഥാൻ മുക്ക് എന്നുള്ള പേര് വേണ്ട എന്നാണ് പറയാനുള്ളത്. കുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിലാണ് പാകിസ്ഥാൻ മുക്ക് എന്നറിയപ്പെടുന്നത്. മേലെ മുക്ക് എന്ന പേരുണ്ടെങ്കിലും
അറിയപ്പെടുന്നത് പാകിസ്ഥാൻ മുക്ക് എന്നാണ്. അത് ഔദ്യോഗികമായിട്ട് മേലെ മുക്ക് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. രേഖകളിലൊക്കെ മേലെ മുക്കാണ്. അപ്പോൾ അതിനെ കുറച്ച് കാലങ്ങളായിട്ട് മാറ്റി പാകിസ്ഥാൻ മുക്ക് എന്നുള്ളൊരു പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പൊതുസമൂഹത്തിനോട് ഈ ഒരു ഏരിയ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മത തീവ്രവാദികളുടെ രാജ്യമാണ്. ഈ മേഖലയും അതുപോലെ ഒരു പറ്റം മത തീവ്രവാദികളുടെ മേഖലയാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ മനഃപൂർവ്വം ഈ പേര് ഈ നാമം നൽകിയത് എന്നാണ് ഞങ്ങൾ ബലമായി സംശയിക്കുന്നത്. അപ്പോൾ അവർ ആ ബോർഡുകൾ മാറ്റാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ പരാതി കളക്ടർക്കും അതുപോലെ തന്നെ പോലീസ് സൂപ്രണ്ടിനെ കൊടുത്ത് ഈ ബോർഡുകൾ നീക്കം ചെയ്യാനും ഈ പേര് അവിടെ ഇനി മുതൽ മറ്റ് രേഖകളൊന്നും വരാത്ത രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമമുണ്ട്. പാകിസ്ഥാൻ ഭാരതത്തിന്മേൽ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന പശ്ചാത്തലത്തിൽ ഈ പേരും ഒഴിവാക്കണമെന്നാണ് ആവശ്യം. പാകിസ്ഥാൻ അടയാളങ്ങളുള്ള ഒന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ വേണ്ട എന്നാണ് ദേശസ്നേഹികൾ പറയുന്നത്. അതിനാൽ ഈ പേര് ഔദ്യോഗിക രേഖകളിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇവർ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് ചുമതലയേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് BR ഗവായ്. मैं भूषण रामकृष्ण गवई जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, सत्यनिष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति श्रद्धा और निष्ठा रखूंगा. രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസായാണ് BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ന്യായാധിപനാണ് ജസ്റ്റിസ് BR ഗവായി. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, S ജയശങ്കർ, പീയൂഷ് ഗോയൽ, അർജുൻ റാം മേഘ്വാൾ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇലക്ടറൽ ബോണ്ട് കേസിലടക്കം സുപ്രധാന വിധിന്യായങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ജസ്റ്റിസ് ഗവായി. മഹാരാഷ്ട്ര അമരാവതി സ്വദേശിയായ ജസ്റ്റിസ് BR ഗവായി 1985-ലാണ് അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 2003-ൽ ബോംബെ ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി. 2005-ൽ സ്ഥിരം ജഡ്ജിയായി. 2019 മെയ് മാസത്തിലാണ് BR ഗവായി സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റത്. ഭരണഘടന, ഭരണനിർവഹണ നിയമങ്ങളിൽ വിദഗ്ധനായ ജസ്റ്റിസ് BR ഗവായി മുൻ കേരള ഗവർണർ RS ഗവായിയുടെ മകനാണ്. നവംബർ 23 വരെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ അദ്ദേഹത്തിന്റെ കാലാവധി. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ചതോടെയാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റത്. ജനം, ഡൽഹി. വ്യാജ ആരോപണങ്ങളിൽ നിയമ നടപടിയുമായി ADGP S ശ്രീജിത്ത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച MVI E ദിബിനെതിരെയാണ് പരാതി. തിരുവനന്തപുരം CJM കോടതിയിൽ പരാതി നൽകി. S ശ്രീജിത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വാർത്ത നൽകിയ ന്യൂസ് മലയാളം ചാനലിനെതിരെയും നിയമ നടപടി. കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം ചാനലിൽ സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്കും ആരോപണത്തിനുമെതിരെയാണ് ADGP S ശ്രീജിത്ത് നിയമ നടപടി സ്വീകരിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ S ശ്രീജിത്ത് കോടികളുടെ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച സസ്പെൻഷനുള്ള മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരൻ E ദിബിനാണ് രംഗത്ത് വന്നത്. അഴിമതിയുടെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നായിരുന്നു ദിബിന്റെ വാദം. വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ദിബിനും ചാനലിലെ 4 മാധ്യമപ്രവർത്തകർക്കുമെതിരെ S ശ്രീജിത്ത് തിരുവനന്തപുരം CJM കോടതിയിൽ പരാതി നൽകി. ഇത്തരം കേസുകളിൽ നിയമസഹായം തേടാനുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥയനുസരിച്ച് ചീഫ് സെക്രട്ടറിയോട് പ്രോസിക്യൂട്ടറുടെ സഹായവും ശ്രീജിത്ത് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ യുവതിയുടെ പരാതിയിൽ തലശ്ശേരി MV ആയിരുന്ന ദിബിനെ സസ്പെൻഡ് ചെയ്തതിന്റെ പ്രതികാരമാണ് അഴിമതി ആരോപണം എന്നതാണ് ശ്രീജിത്തിന്റെ നിലപാട്. ടെസ്റ്റിന് വന്ന യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം അശ്ലീല സന്ദേശം അയച്ചതിൽ യുവതിയുടെ പരാതിയിൽ ദിബിനെതിരെ കതിരൂർ പോലീസും കേസെടുത്തിരുന്നു. ജനം, തിരുവനന്തപുരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കാണാതായ സംഭവത്തിൽ ജീവനക്കാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വിവരം. ആടയാഭരണങ്ങളുടെ ചുമതലയുള്ള 24 ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. ഇവരുടെ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നു. അതേസമയം സ്വർണ്ണദണ്ഡ് മോഷണം പോയതാണെന്ന സംശയവും പോലീസ് തള്ളിക്കളയുന്നില്ല.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ഒരുങ്ങുകയാണ് പോലീസ്. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇങ്ങനെ: മോഷണമല്ല, അബദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ പോലീസ് വിപുലമായ അന്വേഷണം നടത്തിവരികയാണ്. ക്ഷേത്രത്തിലെ CCTV ക്യാമറകൾ വീണ്ടും പരിശോധിച്ചിരുന്നു. സ്ട്രോങ് റൂമിന് പരിസരത്തെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. അതിനിടയിൽ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായാണ് സ്വർണം കാണാതായതെന്നുള്ള സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണം നടത്തുമ്പോൾ സ്വർണം മോഷണം പോയി എന്നുള്ള സംശയം പോലീസ് തള്ളിക്കളയുന്നില്ല. അതോടൊപ്പം സ്വർണ്ണദണ്ഡ് അബദ്ധത്തിൽ മണ്ണിൽ വീണതാകാം എന്നുള്ള നിഗമനവും നിലനിൽക്കുന്നു. സ്ട്രോങ് റൂമിനുള്ളിൽ CCTV സ്ഥാപിച്ചിട്ടില്ല. പുറത്തെ CCTV കേടായ നിലയിലാണ്. അതേസമയം മറ്റൊരു ക്യാമറ ദൃശ്യത്തിൽ സഞ്ജയുമായി പോലീസും ജീവനക്കാരും നടന്നു പോകുന്നത് വ്യക്തമായിട്ടുണ്ടെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു. ജനം, തിരുവനന്തപുരം. ജലഗതാഗത വകുപ്പിലെ പൊതുസ്ഥല മാറ്റത്തിൽ അർഹരായവരെ ഒഴിവാക്കി ഇറക്കിയ ഉത്തരവ് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് NGO സംഘ് ഉപരോധ സമരം നടത്തി. ആലപ്പുഴ ജലഗതാഗത വകുപ്പ് ഓഫീസിന് മുന്നിൽ NGO സംഘ് ജില്ലാ പ്രസിഡന്റ് KN അജിത് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജലഗതാഗത വകുപ്പിൽ ഇഷ്ടക്കാർക്ക് വേണ്ടി അഴിമതിയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണാനുകൂല സംഘടനകളായ ജോയിന്റ് കൗൺസിൽ, NGO യൂണിയൻ എന്നിവയുടെ നേതാക്കൾക്ക് സ്ഥലമാറ്റമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ സെക്രട്ടറി PG ജിതീഷ്നാഥ്, സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീജിത്ത് കരുമാടി, സുമേഷ് ആനന്ദ്, ജില്ലാ ഭാരവാഹികളായ KR രജീഷ്, TS സുനിൽകുമാർ, ദീപകുമാർ KU, ഫെറ്റോ ജില്ലാ പ്രസിഡന്റ് CT ആദർശ് എന്നിവർ സംസാരിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിനിരയായ വിനോദസഞ്ചാരികളെ രക്ഷിച്ചത് സൈന്യമല്ലെന്ന് CPM നേതാവ്. മുണ്ടൂരിലെ CPM നേതാവ് PA ഗോകുൽദാസാണ് വിവാദമായ പ്രസ്താവന നടത്തിയത്. കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് കൊലപ്പെടുത്തിയത് എന്നത് പ്രചാരവേലയാണെന്നും CPM നേതാവ് ആരോപിക്കുന്നു. DYFIയുടെ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു പരാമർശം. ആദ്യം വാക്കുകളിലേക്ക്. ഇതിനൊരു മതത്തിന്റെ നിറം കൊടുക്കാനുള്ള വലിയ പരിശ്രമമുണ്ട്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു, കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെയൊക്കെ വെടിവെച്ചു കൊന്നു എന്ന മട്ടിലുള്ള പ്രചാരവേല നടക്കണം. ഈ വിഷം വമിപ്പിക്കുന്ന പ്രചാരവേല മതത്തിന്റെ പേരിൽ കലിമ ചൊല്ലാൻ അറിയാത്തോണ്ട് വെടിവെച്ചു കൊന്നു എന്നുള്ള മട്ടിലുള്ളതല്ല. പക്ഷെ ആരാണ് അവിടെ രക്ഷിച്ചത്? നമുക്കറിയാം. പട്ടാളക്കാരില്ല, പോലീസില്ല, CRPF ഇല്ല. തീവ്രവാദികളുടെ കയ്യിലുള്ള ആയുധം പിടിച്ചു വാങ്ങി തന്റെ കൂടെയുള്ള ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ പരിശ്രമിച്ചതിന്റെ പേരിലാണ് അവിടെ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പോണിവാല കൊല്ലപ്പെട്ടത്. നമ്മുടെ നാടിനെ പ്രതിരോധിച്ചത് പട്ടാളക്കാരല്ല, സംഘികളല്ല, കാശ്മീരിലെ സാധാരണ മനുഷ്യരാണ് ആയുധമെടുത്ത് പ്രതിരോധിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് CPM നേതാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. DYFIയുടെ പരിപാടിയിലാണ് ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഈ രാജ്യദ്രോഹ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ? നീൽമ, തീർച്ചയായും നമുക്കറിയാം, ഈ പെഹൽഗാം ആക്രമണത്തിൽ കൃത്യമായി മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത്. കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു. അവരുടെ മതം ഉൾപ്പെടെ നോക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആക്രമണത്തിന് ഇരയായ ആളുകൾ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷെ എന്നിരിക്കെയാണ് ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുണ്ടൂരിൽ നിന്നുള്ള CPM നേതാവുമായ ഗോകുൽദാസ് കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് കൊലപ്പെടുത്തിയത് എന്നത് പ്രചാരവേലയാണ് എന്ന തരത്തിൽ അത് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഗോകുൽദാസ് പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭാരത സൈന്യമല്ല അവിടെ ഈ ആളുകളെ രക്ഷിച്ചത്, അതല്ലെങ്കിൽ സംഘികളല്ല അവിടെ രക്ഷിച്ചത്, അവിടെ പ്രതിരോധം തീർത്തത്. പകരം അവിടെ പ്രതിരോധം തീർത്തത് കാശ്മീരിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഗോകുൽദാസ് പറയുന്നത്. തീർത്തും സൈന്യത്തെയൊക്കെ വില കുറച്ച് കാണും. നമുക്കറിയാം, ഈ പെഹൽഗാമിലെ ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവിടേക്ക് ആദ്യം സൈന്യത്തിലോ മറ്റോ ആർക്കും തന്നെ എത്തപ്പെടാതെ, കാരണം നമുക്കറിയാം വിനോദസഞ്ചാര മേഖലയാണ്. ആ വിനോദസഞ്ചാര മേഖലയിൽ പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ സൈന്യം എത്തിയാണ് അവിടെയുള്ള ആ ജനങ്ങളെയൊക്കെ കൂടുതൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും പിന്നീട്
അവിടെ ആ വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള തിരച്ചിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തുകയും പിന്നീട് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ശക്തമായ തിരിച്ചടി പോലും നൽകിയത് സൈന്യത്തിന്റെ കൃത്യമായ ആർജവമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നിരിക്കെയാണ് സൈന്യത്തിന്റെ പ്രവർത്തികളെ പോലും വില കുറച്ച് ഈ CPM നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സൈന്യമോ സംഘികളോ ഒന്നുമല്ല അവിടെ പ്രതിരോധം തീർത്തത്, കശ്മീരിലെ ജനങ്ങളാണ്. ഈ കശ്മീരിലെ ജനങ്ങളെയാണ് അവിടെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർത്തും ഈ പെഹൽഗാം ആക്രമണത്തിന്റെ ഒരു ഭാഗത്ത് അതിൽ മതമില്ല, കലിമ ചൊല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പ്രചാരവേലയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത് പറഞ്ഞു വെക്കുന്നു. മറ്റൊരു വശത്ത് സൈന്യത്തിന്റെയും മറ്റുമൊക്കെ പ്രവർത്തനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് തീർത്തും വിഘടനപരമായിട്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളത് തന്നെയാണ് ഈ CPM നേതാവായ PA ഗോകുൽദാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല അരുൺ, വളരെ കൃത്യമായി നമുക്കറിയാം മതം ചോദിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. അത് തീർത്തും നിരാകരിച്ചുകൊണ്ടാണ് ഗോകുൽദാസ് എന്ന CPM നേതാവ് സംസാരിക്കുന്നത്. ഇവിടെ മതമല്ല പ്രശ്നം എന്ന് പറയുകയാണ്. വളരെ കൃത്യമായി ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന CPM നയം ഇപ്പോൾ ഗോകുൽദാസിൽ നിന്നുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള പരാതികൾ പോലീസിൽ വന്നിട്ടുണ്ടോ? ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? തീർച്ചയായിട്ടും നിലവിൽ ഗോകുൽദാസിനെതിരെ പരാതിയോ മറ്റോ ഉയർന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ മുണ്ടൂരിലെ CPM വലിയ നേതാവാണ് ഈ ഗോകുൽദാസ്. ഗോകുൽദാസിന്റെ ഈ പ്രസ്താവന നവമാധ്യമങ്ങളിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരും അത്ര കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിലെ വാക്കുകൾ അതേതായാലും വളരെ സമൂഹത്തെ ഭിന്നത സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല വസ്തുതകൾ മറ്റൊന്നാണെന്നിരിക്കെ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നതിനോ മറ്റോ ഒക്കെ ആയി ബോധപൂർവം തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേതായാലും കശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ളത് മതം ചോദിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ്. എന്നിരിക്കെയാണ് അങ്ങനെ അല്ല എന്ന രീതിയിൽ ഈ ഗോകുൽദാസ് ഒരു ഭാഗത്ത് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് സൈന്യത്തെ പോലും ഇങ്ങനെ അധിക്ഷേപിക്കുന്നു. സൈന്യമല്ല പ്രതിരോധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറിനെയോ ഒക്കെ പറയുമ്പോൾ അത് നമുക്ക് രാഷ്ട്രീയമാണെന്ന് കരുതാം. പക്ഷെ ഇപ്പോഴത്തെ സൈന്യം പ്രതിരോധിച്ചില്ല ഈ പെഹൽഗാമിൽ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അത് ഒരു ദേശവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സൈന്യത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം പെഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം സൈന്യം കൃത്യമായ പ്രതിരോധം അവിടെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ സൈന്യം അവിടെ എത്തിപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം ഒരു സംഭവം നടക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എത്തിപ്പെടാനൊന്നും സൈന്യത്തിനോ മറ്റോ ഒന്നും സാധിക്കുകയില്ല. പക്ഷെ ആ സംഭവം നടന്ന ഉടൻ തന്നെ അവിടേക്ക് സൈന്യം എത്തി മറ്റ് നടപടികളിലേക്ക് കടന്ന ആ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് എന്നിരിക്കെയാണ് ഈ ഗോകുൽദാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ ഈ ഗോകുൽദാസിന്റെ മറ്റൊരു മുഖം കൂടി മറ്റൊരു വാർത്തയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പണപ്പിരിവിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലും PA ഗോകുൽദാസിനെതിരെ പാർട്ടി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ ഗോകുൽദാസിനെതിരെ അന്വേഷണത്തിന് തീരുമാനമായത്. ഗോകുൽദാസിനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ 2 അംഗ കമ്മീഷനെയും പാർട്ടി നിയമിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അരുൺ, ആ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് എടുത്തു പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും നീലിമ, ഈ ഗോകുൽദാസിനെതിരെ പണപ്പിരിവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാർട്ടി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ ഈ ഗോകുൽദാസിനെതിരെ പരാതി ഉയരുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. 2 അംഗ കമ്മീഷനെയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ക്രമക്കേടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണത്തിന് വേണ്ടി 2 അംഗ കമ്മീഷനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒന്ന് MLA ആയ ഒറ്റപ്പാലം MLA ആയ പ്രേംകുമാറും അതുപോലെ തന്നെ CPM ജില്ലാ നേതാവായ TM ശശി എന്നിവരടങ്ങുന്ന 2 അംഗ കമ്മീഷനെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇതേ പാർട്ടി ഓഫീസ് നിർമ്മാണം, അതായത് മുണ്ടൂരിലെ CPM ഒരു പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലാണ് ക്രമക്കേടുള്ളതായിട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത്. നേരത്തെ ഈ പാർട്ടി ഓഫീസിന്റെ തന്നെ നിർമ്മാണത്തിന് പഞ്ചായത്ത്
ഭൂമി കയ്യേറി എന്നത് സംബന്ധിച്ച വാർത്ത നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മൾ ജനം TVക്കെതിരെയൊക്കെ ഈ PA ഗോകുൽദാസും CPM-കാരും വലിയ രീതിയിൽ രംഗത്ത് വരികയും നമ്മളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ മുണ്ടൂരിൽ ഉണ്ടായിരുന്നു. അതേ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലാണ് ഈ PA ഗോകുൽദാസ് ക്രമക്കേട് നടത്തിയെന്ന പരാതി ഉയർന്നിരിക്കുന്നതും അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഗോകുൽദാസ് വലിയ ഊരാക്കുടുക്കിലേക്ക് പോയിരിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രസ്താവനയുടെ പരിധിയിൽ വരുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് CPM നേതാവ് ഗോകുൽദാസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ അന്വേഷണം വരികയാണ്. ഏതായാലും ഗോകുൽദാസിനെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയുടെ നാളുകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു വാർത്തയിലേക്ക്. തൊഴിലാളി ദിനത്തിൽ സീഡിറ്റിലെ 228 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ CPI സമരം ശക്തമാക്കുന്നു. സീഡിറ്റ് ഗവേണിംഗ് ബോഡി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നത്തിൽ ഇടപെടാത്തതിനെതിരെയും വിമർശനം കടുക്കുകയാണ്. ഇതേസമയം കുടുംബശ്രീയിൽ നിന്നും IT മിഷനിൽ നിന്നും പിരിച്ചുവിട്ടവർക്ക് പകരം ജീവനക്കാരെ നിയമിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം തുടങ്ങി. ഏപ്രിൽ 30-ന് ഏകപക്ഷീയമായി ഇറക്കിയ നോട്ടീസിലൂടെയാണ് 16 വർഷം മുതൽ 22 വർഷം വരെ സീഡിറ്റിൽ ജോലി ചെയ്തിരുന്നവരെ പിരിച്ചുവിട്ടത്. സീഡിറ്റ് ഡയറക്ടർ G. ജയരാജാണ് 228 പേരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇറക്കിയത്. 2021 മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പ്രോജക്റ്റിലും അതിനു മുമ്പ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സീഡിറ്റ് നൽകിയിരുന്ന സേവനങ്ങൾക്കുമായി പ്രവർത്തിച്ച ജീവനക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് തൊഴിൽ രഹിതരായത്. 2012-ൽ മോട്ടോർ വാഹന വകുപ്പുമായി ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഹൗസ് കീപ്പിംഗ്, IT സാങ്കേതിക വിദ്യ, സ്റ്റേഷനറി സാധനങ്ങളുടെ വിതരണം എന്നീ സേവനങ്ങൾ സീഡിറ്റ് നൽകിപ്പോന്നത്. കരാർ 2021-ൽ അവസാനിച്ചിട്ടും അത് പുനഃസ്ഥാപിക്കാൻ സീഡിറ്റ് ഡയറക്ടർക്കോ ചെയർമാനായ മുഖ്യമന്ത്രിക്കോ സാധിച്ചിരുന്നില്ല. സർക്കാർ ഇടപെടലിനെ തുടർന്നുള്ള ധാരണ പ്രകാരമാണ് കഴിഞ്ഞ 4 വർഷമായി സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് സേവനം നൽകിപ്പോന്നത്. ഇതിൽ നിന്ന് സീഡിറ്റ് പിന്മാറിയതോടെ പകരം ഹൗസ് കീപ്പിംഗിന് കുടുംബശ്രീ പ്രവർത്തകരെയും IT മിഷനെയും നിയോഗിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു. സർക്കാരിന്റെയും സീഡിറ്റിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സമീപനങ്ങളിൽ കടുത്ത അമർഷമാണ് തൊഴിലാളി സംഘടനകളിൽ നിന്നുള്ളത്. CPI സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിവരുന്ന സമരത്തിന് പുറമെ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. 13 ദിവസമായി പ്രതിഷേധം തുടരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്നതിലും കടുത്ത അമർഷമാണ് CPIക്ക് അടക്കമുള്ളത്. ഈ പിരിച്ചുവിട്ട നടപടിയിൽ ITUC നേതൃത്വം നൽകുന്ന സീഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സീഡിറ്റിലെ ജീവനക്കാരെ തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും MVD പ്രോജക്റ്റ് നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മെയ് 1-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ സീഡിറ്റ് ജീവനക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 13 ദിവസമായി ജീവനക്കാർ സമരം നടത്തുന്നു. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 15ഉം 20ഉം വർഷമായി ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇതിലെ ഇപ്പോൾ പിരിച്ചുവിടലിന് ഇരയായിട്ടുള്ള തൊഴിലാളികൾ. പിണറായി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകളുടെ മറ്റൊരു ഉദാഹരണമായി സീഡിറ്റിലെ പിരിച്ചുവിടൽ നടപടി മാറുമ്പോഴും മുന്നണിക്കുള്ളിൽ പോലും കൃത്യമായി വിശദീകരണം നൽകാൻ CPM-ന് ആകുന്നുമില്ല. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക. അഡ്വക്കേറ്റ് ബേസിൻ ദാസിനെ യൂണിഫോം ധരിച്ച് കോടതിയിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയിൽ നിയമ നടപടി സ്വീകരിക്കും. ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി സമ്മതിക്കാതിരുന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമെന്നും യുവതി പറഞ്ഞു. അതേസമയം അഡ്വക്കേറ്റ് ബേസിൻ ദാസ് മുൻകൂർ ജാമ്യത്തിനായുള്ള നടപടി ആരംഭിച്ചതായാണ് സൂചന. ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ചെയ്തിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവരത് എല്ലാവരും ഹൈക്കോർട്ട് നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർട്ടിൽ നിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട്. എൻ്റെ റിട്ടേൺ കംപ്ലയിൻറ്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തിരുവനന്തപുരം കിളിമാനൂരിൽ വേടന്റെ സംഗീത പരിപാടിയിൽ LED ടെക്നീഷ്യൻ മരിച്ച സംഭവത്തിൽ സംഘാടക സമിതിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം. മരണവിവരം കുടുംബത്തിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും കുടുംബം. മെയ് 9-നായിരുന്നു പരിപാടി.
LED ടെക്നീഷ്യൻ മരിച്ചതിനെ തുടർന്ന് പരിപാടി ഉപേക്ഷിച്ചിരുന്നു. കിളിമാനൂരിൽ നടന്ന പരിപാടിയിൽ ഷോക്കേറ്റ് മരിച്ച ലിജു ഗോപിനാഥിന്റെ കുടുംബമാണ് സംഘാടക സമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ആരോപണം. മഴ നനഞ്ഞു കിടക്കുന്ന പാടത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. 10,000-കണക്കിന് കാണികൾ തടിച്ചുകൂടിയ പരിപാടിയിൽ ആവശ്യത്തിന് സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് പോലീസ് അനുമതി നൽകുമ്പോൾ ഫയർഫോഴ്സ്, മെഡിക്കൽ സംഘം, ആംബുലൻസ് സേവനം തുടങ്ങി മതിയായ സേവനങ്ങൾ ഉറപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ സംഘാടക സമിതിക്ക് വീഴ്ച പറ്റിയെന്നും കുടുംബം ആരോപിക്കുന്നു. കൂടാതെ മരണവാർത്ത തങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്നും കുടുംബം പരാതിപ്പെടുന്നു. സംഘാടകരുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മരിച്ച ലിജുവിന്റെ കുടുംബം. ഇക്കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു തിരുവനന്തപുരം കിളിമാനൂരിൽ വേടന്റെ സംഗീത പരിപാടി. LED ഡിസ്പ്ലേ സജ്ജീകരിക്കുന്നതിനിടയിൽ ലിജു ഗോപിനാഥ് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വർഗവെറിയുടെ വിഷം കുത്തിവെക്കുന്ന സാഹിത്യമാണ് വേടന്റെ സംഗീതത്തിലുള്ളതെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു. സനാതനധർമ്മത്തിൽ സവർണനും അവർണനുമില്ല. രാജ്യത്തിന്റെ ഐക്യത്തെ ചില ട്രെൻഡുകളിൽ കുടുക്കി തകർക്കുന്ന നിഗൂഢ ശക്തികളാണ് വേടന് പിന്നിലെന്നും NR മധു അഭിപ്രായപ്പെട്ടു. പൊതുസമൂഹത്തെ ചില ട്രെൻഡുകളിൽ കുടുക്കി ആൾക്കൂട്ടത്തിന്റെ തീരുമാനങ്ങളാണ് ശരിയെന്ന് വരുത്തുന്ന ചില ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ശക്തികൾ വേടന്റെ പാട്ടുകൾക്ക് പിന്നിലുണ്ട് എന്നുള്ളത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കൊല്ലം കിഴക്കേക്കലട പുതിയിടത്ത് ശ്രീപാർവതി ക്ഷേത്രത്തിൽ നടത്തിയ പ്രസംഗത്തിൽ വേടന്റെ സംഗീതത്തിന്റെ ഉള്ളടക്കത്തെ ഡോക്ടർ NR മധു വിമർശിച്ചിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ മാത്രമെടുത്ത് വിമർശനം ആരംഭിച്ചപ്പോഴാണ് നിലപാടിൽ മാറ്റമില്ലെന്ന് NR മധു ആവർത്തിക്കുന്നത്. നൂറ്റാണ്ടിന് ചേരാത്ത ജാതിവാദമാണ് വേടൻ ഉയർത്തുന്നത്. അതിനു പിന്നിൽ ചില നിഗൂഢ ശക്തികളുണ്ട്. നവോത്ഥാന നായകർ പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതീയതയെ ആഘോഷിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അയാൾ ഉയർത്തുന്ന ജാതിവാദത്തെ ഈ നൂറ്റാണ്ടിന് നിരക്കാത്ത ജാതിവാദമാണത്. ഈ സനാതനധർമ്മത്തിൽ അവർണനും സവർണനുമില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വെറിയുടെ, വർഗവെറിയുടെ വിഷം കുത്തിവയ്ക്കുന്ന സാഹിത്യമാണ് വേടന്റെ സംഗീതത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. വേടന്റെ പ്രേക്ഷകരായി മാറുന്ന യുവാക്കൾ, അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ജാതിബോധവും വർണ്ണവെറിയും വർഗീയ ബോധവും ഒക്കെ കുത്തിവയ്ക്കുന്ന പാട്ടുകൾ അത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. വേടന്റെ സംഗീതം രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതും വിഭാഗീയത വളർത്തുന്നതുമാണ്. പലസ്തീനെ കുറിച്ച് പാടുന്ന വേടൻ പെഹൽഗാമിനെ കുറിച്ച് പാടുന്നില്ല. അത് വേടന്റെയോ വേടന് പിന്നിലുള്ളവരുടെയോ. പാലസ്തീനെ കുറിച്ച് വേടന് അഭിപ്രായമുണ്ടല്ലോ. ഇപ്പൊ പാലസ്തീനെ കുറിച്ച് പാടുന്നവൻ എന്തുകൊണ്ട് ഈ നാടിനെ കുറിച്ച് പാടുന്നില്ല? അത് വേടന്റെ രാഷ്ട്രീയമാവാം, വേടന്റെ പിന്നിലുള്ളവരുടെ രാഷ്ട്രീയമാകാം. ഇത് വളരെ ആസൂത്രിതമായി ഭാരതീയ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ വിഘടനവാദവും വിഭജനവാദവും സവർണ അവർണ വേർതിരിവുകളും ഉണ്ടാക്കാനുള്ള നിഗൂഢമായ ചില ശക്തികളുടെ പദ്ധതിയാണ്. തനിക്ക് വേടനോട് വിയോജിപ്പില്ലെന്നും വേടന്റെ നിഗൂഢ രാഷ്ട്രീയ താല്പര്യത്തിനോടാണ് വിയോജിപ്പെന്നും NR മധു വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെയും മകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളുമാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് നൌഷാദിനെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മയക്കുമരുന്നിനടിമയായ നൌഷാദ് ഭാര്യയെയും മകളെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനം സഹിക്കാൻ കഴിയാതെ മകളുമായി പുറത്തേക്കോടിയ യുവതിയെ വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരി മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റിട്ടുണ്ട്. മാപ്പിള വന്നിങ്ങാണ്ട് തുടങ്ങി കച്ചറ. അത് കഴിഞ്ഞ് കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലൊന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെയും കൊണ്ട് വണ്ടിൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാ. എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട്. അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുക വിചാരിച്ച്. അപ്പോൾ നല്ലോണം അടിക്കലല്ല കത്തി അരിയത്ത് വെച്ച് കടക്കല കുത്തൊന്നും പറഞ്ഞു കണ്ടിട്ട് നല്ലോണം മദ്യപിക്കും. വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കേണ്ട ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്. എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. നൌഷാദ് ലഹരിക്കടിമയാണെന്നും നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായി ഭർത്താവ് തന്നെ മർദ്ദിക്കാറുണ്ടെന്നും ഇത്തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. യുവതിയുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമത്തിന് പിന്നാലെ നൌഷാദ് ഒളിവിൽ പോയി.
ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ജനം, കോഴിക്കോട്. കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മങ്ങാട് സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനാണ് പരിക്കേറ്റത്. കേസിൽ ഒരാൾ ഇന്നലെ അറസ്റ്റിലായിരുന്നു. കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവിനെയാണ് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 28 വർഷങ്ങൾക്ക് മുൻപാണ് RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. നിലവിൽ MLA ആയ M നൌഷാദിനെ ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നുവെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ശിക്ഷ വിധിച്ചത്. കൊല്ലം ജില്ലാ 4th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി S സുഭാഷിൻ്റെതാണ് വിധി പ്രസ്താവന. 1997 നവംബർ 24-നാണ് കൊലപാതകം. RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോഴാണ് CPM പ്രവർത്തകരായ ഗുണ്ടാ സംഘം എത്തുന്നത്. സൈക്കിളിൽ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായ DYFI നേതാവ് കാളി സജീവ് ഒളിവിൽ പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. പിന്നാലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി. അഡ്വക്കേറ്റ് V വിനോദായിരുന്നു പ്രോസിക്യൂഷൻ. ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയ്ക്കുമാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഈ കേസിൽ നേരത്തെ വിചാരണ നടത്തിയ പ്രതികളിൽ 1ഉം 3ഉം പ്രതികളെയും 5ഉം 6ഉം പ്രതികളെ ശിക്ഷിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ 5ഉം 6ഉം പ്രതികളെ കുറ്റമുക്തരാക്കുകയും അധികമായി ചേർത്ത MLA നൌഷാദിനെയും അതേപോലെ തന്നെ അവിടുത്തെ മെമ്പർ അനിയെയും അവരെയും ആ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ടാം പ്രതി ആദ്യ വിചാരണ വേളയിൽ രണ്ടാം പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നതുകൊണ്ട് ഒളിവിലായിരുന്നുകൊണ്ട് ആ വിചാരണ നടക്കാതെ പോയിട്ടുള്ളതും അദ്ദേഹം കീഴടങ്ങിയതിനെ തുടർന്നാണ് ഇപ്പോൾ വിചാരണ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. ആകെ 7 പ്രതികളിൽ ഒന്നാം പ്രതിയായ കൊഞ്ച് സജീവ്, അന്തക്കണ്ണൻ അനിൽകുമാർ, കുറ്റിച്ചിറ ഗോപി, പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. 2 പേരെ കോടതി പിന്നീട് വെറുതെ വിട്ടു. വിചാരണയ്ക്ക് മുൻപ് തന്നെ പ്രതികളിൽ 2 പേർ മരിച്ചിരുന്നു. കേസിൽ അന്ന് വാർഡ് മെമ്പറും CPM നേതാവുമായിരുന്ന നിലവിൽ MLA ആയ M നൌഷാദിനെയും ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു. 5ാം പ്രതിയായിരുന്ന നൌഷാദും മറ്റൊരു വാർഡ് മെമ്പർ അനിൽകുമാറും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീലിൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഇരുവരും കേസിൽ നിന്നും ഒഴിവായത്. ജനം, കൊല്ലം. പിൻവാതിൽ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി നൽകാൻ CPM നീക്കം. കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ഇടത് സംഘടനയുടെ സമരപ്രഖ്യാപനം പാർട്ടി നിർദ്ദേശപ്രകാരമാണ്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊടുവിൽ CPM പ്രവർത്തകരായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താമെന്നും ധാരണയായി. 2 ലക്ഷത്തോളം കരാർ ജീവനക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമരപ്രഖ്യാപനം സർക്കാർ ജീവനക്കാർക്ക് നാണക്കേടാണെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് കുറ്റപ്പെടുത്തുന്നു. മെയ് മാസം 20-ാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ഇടത് സംഘടന നൽകിയ നോട്ടീസ് എന്ന് പറയുന്നത് തികച്ചും തൊഴിലാളി വിരുദ്ധവും സംസ്ഥാനത്തെ സർക്കാർ മേഖലയെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്നതും PSC പരീക്ഷ എഴുതി സർക്കാർ ജോലിയിൽ കയറിയ ജീവനക്കാരെ ആൾക്കാരെ പൂർണ്ണമായിട്ടും അപമാനിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു നോട്ടീസാണ്. ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് ഇന്നത് ഈ വിഷയം മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ സ്ഥിര നിയമനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സ്ഥിര നിയമനം അല്ലെങ്കിൽ സ്ഥിരമായ തസ്തികയിൽ ഉൾപ്പെടുന്ന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു വളരെ വികലമായ ഒരു അഭിപ്രായമാണ്, ഒരു ആവശ്യമാണ് ഇടത് സംഘടന സെക്രട്ടേറിയറ്റിൽ നോട്ടീസിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ അതിശക്തമായ എതിർപ്പും സംസ്ഥാനത്തെ സിവിൽ സർവീസ് മേഖലയ്ക്ക് തന്നെ ശക്തമായ നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും ഒരു ആവശ്യവുമാണ് ഈ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിൽ വിതരണം ചെയ്ത ഈ നോട്ടീസിലൂടെ പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച വേണമെന്ന് ആവർത്തിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. ഇസ്താംബൂളിൽ നാളെ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ താൻ എത്തുമെന്നും സെലൻസ്കി അറിയിച്ചു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് ഇസ്താംബൂളിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല.
2022 മാർച്ചിലാണ് റഷ്യയും യുക്രൈനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ അവസാനമായി നടന്നത്. മുൻകൂട്ടിയുള്ള നിബന്ധനകളില്ലാതെ ചർച്ചയാകാമെന്നാണ് റഷ്യയുടെ നിലപാട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പ്രശ്നം പരിഹരിക്കുന്നതിന് കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും കൃത്യമായ നിർദ്ദേശങ്ങൾ യുക്രൈന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് സജ്ജമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിക്കുന്നത്. നേരത്തെ കരിങ്കടലിലെ യുക്രൈൻ തുറമുഖങ്ങളെ ആക്രമിക്കില്ലെന്നും യുക്രൈന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കില്ലെന്നും റഷ്യ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നാളെ ഇസ്താംബൂളിൽ ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകളിൽ പുടിൻ നേരിട്ട് പങ്കെടുക്കണമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ ആവശ്യം. എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ റഷ്യ ഇതുവരെ നൽകിയിട്ടില്ല. റഷ്യയുമായുള്ള സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് നിർദ്ദേശം നൽകിയിരുന്നു. പുടിനുമായി നേരിട്ടുള്ള ചർച്ചകൾ അനിവാര്യമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെലൻസ്കിയും. 30 ദിവസത്തെ വെടിനിർത്തലിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും നിലപാടെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കാനഡയിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ പുതിയ ക്യാബിനറ്റ് നിലവിൽ വന്നു. 28 ക്യാബിനറ്റ് മന്ത്രിമാരും 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടുന്നതാണ് പുതിയ ക്യാബിനറ്റ്. ഭാരതീയ വംശജയായ അനിത ആനന്ദാണ് പുതിയ വിദേശകാര്യമന്ത്രി. മാറ്റങ്ങൾക്കായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് മാർക്ക് കാർണി അറിയിച്ചു. 24 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് മാർക്ക് കാർണി പുതിയ ക്യാബിനറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. 28 പേർ ക്യാബിനറ്റ് മന്ത്രിമാരും 10 പേർ സ്റ്റേറ്റ് സെക്രട്ടറിമാരുമായുമുണ്ട്. മെലനി ജോളി, ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് എന്നിവർ പുതിയ മന്ത്രിസഭയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഭാരതവംശജയായ അനിത ആനന്ദ് വിദേശകാര്യമന്ത്രിയാണ്. ടൊറന്റോയിൽ നിന്നുള്ള ഭാരതവംശജനായ MP മനീന്ദർ സിദ്ധു അന്താരാഷ്ട്ര വാണിജ്യ മന്ത്രിയാണ്. നാടിനാവശ്യമായ പരിഷ്കാരങ്ങൾ ഉടൻ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മാർക്ക് കാർണി അറിയിച്ചു. Canadians elected this new government with a strong mandate to define a new economic and security relationship with the United States and to build a stronger economy for all Canadians. Canadians also sent a clear message that their cost of living must come down and that our communities must be safe. The swearing in of this cabinet is amongst the fastest following an election, and the beginning of the new parliament will be one of the most rapid following an election in Canadian history. We are starting as we aim to go on. Our government will deliver its mandate for change with urgency and determination. US ചുമത്തിയ അധിക താരിഫ് ഒഴിവാക്കുകയാണ് പുതിയ മന്ത്രിസഭയുടെ സുപ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഈ ലക്ഷ്യത്തിനായി അതിർത്തി സംരക്ഷണത്തിനുൾപ്പെടെ പുതിയ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർണായക മന്ത്രാലയങ്ങളിലായിരിക്കും 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരുടെ ചുമതല ഉണ്ടായിരിക്കുക. ഭാരതവുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുക എന്നതും പുതിയ മന്ത്രിസഭയുടെ പ്രധാന പരിഗണനകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കനേഡിയൻ പാർലമെന്റിൽ ഭഗവത്ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഭാരതവംശജയായ അനിത ആനന്ദ്. കാനഡയുടെ ചരിത്രത്തിലെ ആദ്യ ഹിന്ദു വനിതാ വിദേശകാര്യമന്ത്രിയാണ് അനിത. ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളോടെ ഉലഞ്ഞുപോയ ഇന്ത്യ കാനഡ ബന്ധം നയതന്ത്ര തലത്തിൽ മെച്ചപ്പെടാനുള്ള സാധ്യത കൂടിയാണ് ഇതോടെ തെളിയുന്നത്. കാനഡയുടെ പ്രതിരോധ മന്ത്രിപദം ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള അനിത ആനന്ദ് മെലാനി ജോളിക്ക് പകരമായാണ് വിദേശകാര്യ മന്ത്രിയാകുന്നത്. ഹൗസ് ഓഫ് കോമൺസിൽ ഓക്കില്ലെ ഈസ്റ്റിനെയാണ് അനിത ആനന്ദ് പ്രതിനിധീകരിക്കുന്നത്. ഭഗവത്ഗീതയെ കൂട്ടുപിടിച്ചായിരുന്നു 2019 കാനഡയുടെ ഫെഡറൽ മന്ത്രിസഭയിലേക്കുള്ള കന്നി പ്രവേശനം. അന്ന് കനേഡിയൻ മന്ത്രിപദത്തിലെത്തുന്ന ആദ്യ ഹിന്ദുവായിരുന്നു അനിത ആനന്ദ്. സുരക്ഷിതവും സുസ്ഥിരവുമായ ലോകം സൃഷ്ടിക്കുന്നതിൽ മാർക്ക് കാർണി സർക്കാരിനൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അനിത ആനന്ദ് പറഞ്ഞു. I, Indira Anita Anand, do solemnly and sincerely promise and swear that I will truly and faithfully and to the best of my skill and knowledge execute the powers and trusts reposed in me as Minister of Foreign Affairs. ഭാരതീയരായ ഡോക്ടർ ദമ്പതികളുടെ മകളായി 1967 മെയ് 20 അനിതയുടെ ജനനം. 1960കളുടെ തുടക്കത്തിലാണ് അനിത ആനന്ദിന്റെ കുടുംബം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയത്.
അനിതയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും മാതാവ് പഞ്ചാബ് സ്വദേശിനിയുമാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും നേരെ പലതവണ പരസ്യ ഭീഷണി ഉയർത്തിയ ഖലിസ്ഥാനികൾക്ക് അനുകൂലമായ നിലപാടായിരുന്നു നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ പുലർത്തിയിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പോരിലേക്കും ഇത് എത്തിച്ചിരുന്നു. അനിത വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയിൽ എത്തിയതോടെ സ്ഥിതി മാറുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മുതലപ്പുഴയിൽ വീണ്ടും പണിമുടക്കി ചന്ദ്രഗിരി ഡ്രഡ്ജർ. ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടിയതാണ് ഒടുവിലത്തെ തകരാർ. ഇതോടെ മണൽ നീക്കം വീണ്ടും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 14 മണിക്കൂർ മാത്രമാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്യാൻ സാധിച്ചത്. ചേറ്റുവയിൽ നിന്ന് എത്തിച്ച മിനി ഡ്രഡ്ജറും കരാർ കാലാവധി അവസാനിച്ചതോടെ മണൽ നീക്കം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ ഡോക്ടറുടെ വീടിന് നേരെ ആക്രമണം. ഏറ്റുമാനൂർ സ്വദേശി സിനി ജോർജിന്റെ വീടാണ് ആക്രമിച്ചത്. വയനാട് സ്വദേശിയായ പ്രതിയെ പോലീസ് പിടികൂടി. ഇയാൾ ഇന്ന് പുലർച്ചെ മറ്റ് വീടുകളുടെ മുൻപിലെത്തിയും ബഹളം വച്ചിരുന്നു. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സിനിയുടെ വീടിന്റെ വാതിലും ജനലും തകർക്കാൻ ശ്രമിച്ചു. കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. തൃശൂർ പുതുക്കാട് ഫ്ലവർ മിൽ കത്തി നശിച്ചു. ദേശീയപാതയോരത്തെ താഴത്ത് രാജൻ റോയൽസ് ഫ്ലവർ മില്ലാണ് അഗ്നിക്കിരയായത്. യന്ത്രസാമഗ്രികളും മില്ലിൽ സൂക്ഷിച്ച ധാന്യങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. പുതുക്കാട് നിന്നും ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂർ പരിശ്രമിച്ചാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ. തെരുവുനായ ശല്യം അമർച്ച ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലായിട്ടില്ലെന്നും വിമർശനം. ദിവസവും 100-ലധികം പേരാണ് തെരുവുനായയുടെ കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. സ്കൂൾ തുറക്കാനിരിക്കെ ആശങ്കയാകുകയാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം. തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലും സർക്കാർ തലത്തിൽ വേണ്ട നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന രൂക്ഷ വിമർശനം ഉയരുമ്പോഴാണ് തെരുവുനായ ശല്യം അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയോടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടുമാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കമ്മീഷൻ സ്വമേധയെടുത്ത കേസിലാണ് നടപടി. ജൂൺ 25-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. മാത്രമല്ല, വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ 4 വർഷമായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വിമർശിച്ചു. ഒരു ദിവസം മാത്രം 125ഓളം പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തെരുവുനായയുടെ കടിയേറ്റതിനെ തുടർന്ന് ചികിത്സ തേടിയെത്തുന്നത്. ഒരു മാസത്തിനിടെ 3000ഓളം പേരാണ് പേവിഷബാധ കുത്തിവെപ്പെടുത്തത്. സ്വകാര്യ ആശുപത്രിയിലും മറ്റ് സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ എണ്ണം ഇനിയും ഉയരും. പേവിഷബാധയെ തുടർന്ന് 5 വയസ്സുകാരി മരിക്കുന്ന ഗുരുതര സാഹചര്യം ഉണ്ടായിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ ഷെൽട്ടർ സംവിധാനങ്ങളില്ല. നായയുടെ കടിയേൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളാണ്. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളടക്കം വലിയ ആശങ്കയിലാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ 89 പേരാണ് പേവിഷബാധയെ തുടർന്ന് മരിച്ചത്. 2024-25 കാലഘട്ടത്തിൽ മാത്രം 88,744 പേരാണ് പേവിഷബാധയ്ക്കെതിരായി കുത്തിവെപ്പെടുത്തത്. സംസ്ഥാനത്താകെയുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്തുവരുന്നത് സർക്കാർ ഇതുവരെ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ ഒന്നും ഫലം കാണുന്നില്ല എന്നതാണ്. ജനം, കോഴിക്കോട്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത് കേസ് അട്ടിമറിക്കാനെന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും. ബാഹ്യശക്തികളാണ് സ്ഥലമാറ്റത്തിന് പിന്നിലെന്നും സ്ഥലമാറ്റം റദ്ദാക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഇത് വ്യക്തമാക്കുന്ന കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്നും കുടുംബം അറിയിച്ചു. മാമി തിരോധാന കേസിൽ മേൽനോട്ട ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് IG പി പ്രകാശനെയാണ് സ്ഥലം മാറ്റിയത്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് തീരദേശ പോലീസിലേക്കാണ് മാറ്റം. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP U പ്രേമനെ കണ്ണൂർ ക്രൈംബ്രാഞ്ചിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. പ്രതികളിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് സ്ഥലമാറ്റമെന്നും അതിനു പിന്നിൽ ബാഹ്യശക്തികളാണെന്നുമാണ് കുടുംബത്തിന്റെ വാദം. സാറിനെ മാറ്റിയതിൽ തന്നെ ഉന്നതമായ ഇടപെടലുകളോ
എന്തെങ്കിലും ഞങ്ങൾ സംശയിക്കുന്നത്. നേരത്തെ നമ്മളിത് പറഞ്ഞതാണ്, ഇപ്പം ഞങ്ങൾക്കൊരു ഉറപ്പ് തോന്നുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞങ്ങൾ കൂടുതൽ കാണുകയാണ്. ഒരുവിധം തെളിവുകളൊക്കെ ഉണ്ടാക്കി ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തുന്ന സമയത്ത് അതിൽ ലീഡ് ചെയ്യുന്ന 2 ഓഫീസേഴ്സിനെ മാറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കുന്നേ, ആശങ്കപ്പെടുന്നേ ഒക്കെ കാര്യം തന്നെയാണ്. സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. 2023 ഓഗസ്റ്റ് 21 റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. തുടക്കത്തിൽ നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ജനം, കോഴിക്കോട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 3 സ്ത്രീകൾ കസ്റ്റംസിന്റെ പിടിയിലായി. 2 തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമാണ് പിടിയിലായത്. ചോക്ലേറ്റ് പൊതികളിലാക്കി MDMAയും കടത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നലെ 18 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. തുടർച്ചയായ 2ാം ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. 34 കിലോ കഞ്ചാവുമായി ഇന്ന് 3 യുവതികളാണ് പിടിയിലായത്. 2 തമിഴ്നാട് സ്വദേശിനികളും ഒരു മലയാളിയുമാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ, ചെന്നൈ സ്വദേശിനി റാബിയത്ത് സൈദു സൈനുദ്ദീൻ, തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. തായ്ലൻഡ് നിർമ്മിത 15 കിലോ തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക് എന്നിവയിൽ കലർത്തിയ MDMA അടക്കമുള്ള രാസലഹരികളും ഉണ്ടായിരുന്നു. എയർ കസ്റ്റംസ്, എയർ ഇന്റലിജൻസ് യൂണിറ്റുകളാണ് ഇവരെ പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നുമാണ് ഇവർ എത്തിയത്. ബാങ്കോക്കിൽ നിന്നും കോലാലംപൂർ വഴി എയർ ഏഷ്യ വിമാനത്തിൽ വന്നവരാണ് പിടിയിലായത്. ആഭ്യന്തര വിപണിയിൽ 25 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ വിപണനം ചെയ്യാൻ ലക്ഷ്യമാക്കിയാണ് കഞ്ചാവ് എത്തിച്ചത്. പിടിയിലായവർ ക്യാരിയർമാർ മാത്രമാണെന്നാണ് വിവരം. വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന വൻ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നതായാണ് വിവരം. പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ കരിപ്പൂരിൽ നിന്നും പോലീസും 18 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ 2 പേർ അറസ്റ്റിലായിരുന്നു. സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയതുകൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവിന് വില കൂടുതലും ആവശ്യക്കാരേറെയുമാണ്. ഗ്രാമിന് 5000 മുതൽ 8000 രൂപ വരെയാണ് വില. ജനം, മലപ്പുറം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുകയാണ്. നമസ്തേ.